ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഗുഡൂസ് വ്ളോഗ്സ്. അപ്പോൾ ഗുഡൂസ് വ്ളോഗ്സിൽ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ. ഈ വീഡിയോ ഞാൻ ഒട്ടും പ്ലാൻഡ് അല്ല കേട്ടോ. ഞാൻ എടുക്കണമെന്ന് ഉദ്ദേശിച്ച് പ്ലാൻ ചെയ്തെടുക്കുന്ന വീഡിയോ അല്ല. അപ്പോൾ അതിൻ്റെ എല്ലാ കുറവുകളും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ എണീറ്റ് കുറച്ച് നേരമായി. അപ്പോൾ കുടുംബങ്ങൾ എണീറ്റ് രാവിലത്തെ അവളുടെ ഉമ്മതരലും വിശേഷം പറച്ചിലൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പല്ല് തേക്കുന്ന രംഗമാണ് കേട്ടോ കാണുന്നത്. ഫസ്റ്റ് റൗണ്ട് അത് അവൾക്ക് സ്വന്തം തേക്കണം. അപ്പോൾ നമ്മൾ അതിൻ്റെ പുറകെ പോയി വെറുതെ വാശി പിടിപ്പിച്ച രാവിലെ തന്നെ അലമ്പോ. അപ്പോൾ ഞാനത് അവളെ വിടും. രണ്ടാമതായിട്ട് ഞാൻ ഒന്നും കൂടി ഒന്ന് തേച്ച് കൊടുക്കും കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റ് വന്ന് അവിടെ തന്നെ എനിക്ക് ഓഫീസിലേക്ക് കൊണ്ടുപോകാനുള്ള ചോറ് ഞാൻ കുക്കറിലാക്കിയിട്ടുണ്ടായിരുന്നേ. പിന്നെ ചായക്ക് പകരം ഞാനിപ്പോൾ ജീരകവെള്ളമാണ് കേട്ടോ കുടിക്കുന്നത്. കുറച്ചായി, എന്തിനാന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല, അങ്ങ് കുടിക്കുന്നു അത്ര തന്നെ. അപ്പം തിന്നാൽ പോരെ, കുഴി എണ്ണുണ്ടല്ലോ, ഞാൻ അങ്ങനെ കുടിക്കണം. അപ്പോൾ ഇന്ന് നല്ല അത്യാവശ്യം മഴയുണ്ട്. ഇന്നും ഉണ്ടായിരുന്നു, ഇന്നലെ ഉണ്ടായിരുന്നു. നല്ല മഴയാണ്, വലിയ സുഖമൊന്നും ഇല്ല എണീറ്റിട്ടൊന്നും, എന്നാലും എണീക്കാണ്ട് വയ്യല്ലോ. അപ്പോൾ കുറച്ച് നേരം മഴ ആസ്വദിച്ചിട്ട് ഞാൻ എൻ്റെ അടുത്ത പരിപാടിയിലേക്ക് പോയി. ആകമൊക്കെ ഒന്ന് അടിച്ചു വരാമെന്ന് വെച്ചാൽ ആകമൊക്കെ അടിച്ചു വാരിയതിന് ശേഷം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് റവയപ്പായിരുന്നു കേട്ടോ. അപ്പം ഇതിൻ്റെ റെസിപ്പി ഞാനൊരു ദിവസം നമ്മുടെ ചാനലിലിടുവേ. അപ്പോൾ അപ്പമൊക്കെ വേഗം ഉണ്ടാക്കിയിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമയം ഏകദേശം പോകുന്നുണ്ടായിരുന്നു. എനിക്കൊരു ടൈം കൺസ്യൂമിങ് ഒട്ടും നടന്നില്ല, കാരണം ഞാൻ പ്ലാൻഡ് അല്ലായിരുന്നല്ലോ. അങ്ങനെ ഞാൻ എൻ്റെ ലഞ്ച് ബോക്സ് ഓഫീസിലേക്കുള്ളത് അതൊക്കെ പാക്ക് ചെയ്ത് ബാഗിൽ വെച്ച് സെറ്റാക്കി വേഗം പോയി കുളിച്ചിട്ട് ഓഫീസിലേക്ക് റെഡി ആയിട്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഓഫീസിലേക്ക് പോകുന്ന ലുക്ക്. അത് കഴിഞ്ഞ് ചെരുപ്പൊക്കെ ഇട്ട് കുടുവിനോടും മമ്മീനോടൊക്കെ പോകാമെന്നൊക്കെ പറഞ്ഞ് ഇറങ്ങുന്ന രംഗമാണ് കേട്ടോ കാണുന്നത്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കൽ വളരെ അപൂർവമാണ്. അത് തെറ്റാണെന്ന് എനിക്കും അറിയാം, പക്ഷേ ഞാൻ എത്ര നേരത്തെ എണീറ്റാലും എന്തൊക്കെ കാണിച്ചാലും എനിക്ക് ചില ദിവസങ്ങളിൽ അതിനുള്ള ടൈം കിട്ടില്ല. അതിനുള്ള തെറി ഞാൻ ദിവസവും കേൾക്കുന്നുണ്ട് ഗൈസ്. അതിപ്പോൾ കെട്ടിയവൻ്റെ വകയാണെങ്കിലും മമ്മീൻ്റെ വകയാണെങ്കിലും പപ്പേൻ്റെ വകയാണെങ്കിലും. അപ്പോൾ ഇന്ന് മഴയായതുകൊണ്ട് പപ്പേനെ കൊണ്ടുവിടാമെന്ന് പറഞ്ഞാൽ പപ്പ കൊണ്ടുവിടാണ്ട്. ഇതാണ് കേട്ടോ ഞാൻ പോകുന്ന വഴി. ഇവിടുന്ന് കുറച്ച് ദൂരം ഉണ്ട് ബസ് കിട്ടാനായിട്ട്. അങ്ങനെ എനിക്ക് ബസ് കിട്ടി, ബസ്സിൽ കയറി, സീറ്റും കിട്ടി, ഭാഗ്യം. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തു. ഇനി ഇവിടുന്ന് ഒരു മണിക്കൂറുണ്ട് കേട്ടോ എനിക്ക് ട്രാവൽ. അത് കഴിഞ്ഞിട്ട് 10 മണി ആകാറായപ്പോഴത്തേക്ക് ഞാൻ ഓഫീസിലേക്ക് എത്തി. ഓഫീസിലേക്കുള്ള സ്റ്റെപ്പ് കയറുകയാണ് കേട്ടോ. സ്റ്റെപ്പ് കയറി അതാണ് കേട്ടോ എൻ്റെ ഓഫീസ്. ഇതിന് മുമ്പിലുള്ളൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. ഇതാണ് കേട്ടോ എൻ്റെ സിസ്റ്റം. ഞാൻ ഇവിടെ ഇരുന്നാണ് വർക്ക് ചെയ്യുന്നത്. എൻ്റെ സ്പേസ് അതാണ് കേട്ടോ. അപ്പോൾ ഇനി എൻ്റെ യുദ്ധം എന്ന് പറയണത് ഇവിടെയാണ്, മൽപ്പിടുത്തം. ഇങ്ങനെ ഒരു മൽപ്പിടുത്തമൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം 5 മണിക്ക് ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങി ബസ്സിൽ കയറി തിരിച്ച്. അപ്പോൾ തന്നെ കുടുവിൻ്റെ കുറച്ച് ഓർഡേഴ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ബിസ്ക്കറ്റ്, പാല്, മഞ്ച്, അതൊക്കെ. അപ്പോൾ അതൊക്കെ നമ്മൾ ചേരിങ്കുലി ഇറങ്ങി കടയിൽ നിന്ന് വാങ്ങി തിരിച്ച് വീട്ടിലേക്ക് പോകാണ്ട്. ഇതൊക്കെ നമ്മൾ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ്. ഇല്ലാത്തതുകൊണ്ട് തന്നെ എല്ലാം ഒറ്റയ്ക്ക് ചെയ്യുന്നതിൻ്റെ വിഷമമുണ്ട്. അതേസമയം എനിക്കെല്ലാം ഒറ്റയ്ക്ക് ചെയ്യാനുള്ളൊരു പക്വത വന്നല്ലോ എന്നുള്ളൊരു സന്തോഷമുണ്ട് കേട്ടോ. പക്ഷേ മിസ്സിങ് ഈസ് ഓൾവേസ് മിസ്സിങ്, അങ്ങനെയാണല്ലോ. അങ്ങനെ വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ ആൾ പുറത്ത് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ കവറിലേക്കാണ് നോട്ടം, പറഞ്ഞ സാധനങ്ങളെല്ലാം ഉണ്ടോ എന്ന്. അപ്പോൾ മമ്മീൻ്റെ ഫോണും കയ്യിലുണ്ട്. TV കംപ്ലൈൻറ്റ് ആയതുകൊണ്ട് പുള്ളിക്കാരി ഇപ്പോൾ ഫുൾ ടൈം ഫോണിലാണെന്ന് മമ്മി പറയലുണ്ട്. എന്നാലും മാക്സിമം അങ്ങനെ കൊടുക്കലില്ല കേട്ടോ. അത്രയും വാശി പിടിച്ച് കരയുമ്പോൾ മാത്രം ജസ്റ്റ് ഒന്ന് കൊടുക്കും. ഇനിയിപ്പോൾ ഉള്ള കലാപരിപാടി എന്ന് പറയുന്നത് ഇതൊക്കെ അഴിച്ച് പറക്കി അവിടെ നിന്ന് തന്നെ നോക്കും. അങ്ങനെ ഞാൻ വേഗം പോയി കുളിയൊക്കെ കഴിഞ്ഞ് ഒരു ഗ്ലാസ് കാപ്പിയും വാങ്ങിയ ബിസ്ക്കറ്റൊക്കെ കഴിച്ചു. എനിക്ക് മാൽക്കിസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതേസമയം കുടുവിനും മോംസ് മാജിക്കാണ് ഇഷ്ടം. അപ്പോൾ ഞങ്ങളത് കഴിക്കുകയാണ്. മമ്മി ഞുറുക്കൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പുറം മമ്മിക്ക് ചെറിയൊരു ജലദോഷമൊക്കെ ആയതുകൊണ്ട് അതിൻ്റെ ഒരു വയ്യായികയൊക്കെ ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് അടുക്കളയിൽ അത്യാവശ്യം പണി ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു 8 മണി ആവാറായപ്പോഴത്തേക്കും ഞങ്ങൾ കുരിശ് വരച്ചു കേട്ടോ. കുരിശ് വര കോമഡിയാണ്. കുരിശ് വരയ്ക്കാനൊന്നും സമ്മതിക്കില്ല, എന്നാലും ഞങ്ങൾ വരയ്ക്കും. പപ്പയാണ് മെയിൻ എന്ന് പറയണത് അവളുടെ. അങ്ങനെ കുരിശ് വരെയൊക്കെ കഴിഞ്ഞിട്ട് പപ്പ കപ്പയും മീനും കഴിച്ചു. അതേപോലെ തന്നെ മമ്മി ചോറും മീൻ കറിയും കഴിച്ചു. അടുക്കളയിൽ ഏകദേശം പണികളൊക്കെ തീർത്ത് ഒരു 10 മണി ആകാറായപ്പോഴത്തേക്കും ഞാനും കുടുവും കൂടെ കിടക്കാനുള്ള പ്ലാനിൽ പോന്നു കേട്ടോ. അവൾ ഇപ്പോഴൊന്നും ഉറങ്ങുമൊന്നുമില്ല, ഇപ്പോഴേ ശ്രമിച്ച ഒരു 12 മണി ആകുമ്പോഴത്തേക്കും ഉറങ്ങും, അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ.